ഞാൻ ഈ ചെടികളെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയായിരുന്നു. എന്തെല്ലാം പ്രത്യേകതകളാണ് ഒരു ചെടിയിലുള്ളത്. അങ്ങനെ കുറേ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മളുടെ പ്രകൃതി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സസ്യലോകത്തെ വൈവിധ്യങ്ങളെ പറ്റിയും റൂട്ടിന്റെ വൈവിധ്യങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. അതായത് ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് വേൾഡും ഡൈവേഴ്സിറ്റി ഇൻ റൂട്ട്സും. ആദ്യം നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ റൂട്ട് എന്താണെന്ന് നോക്കാം. റൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ചെടിയുടെ മണ്ണിനടിയിലുള്ള ഒരു ഭാഗം. പിന്നെയോ ജലവും ലവണവും വലിച്ചെടുക്കാൻ ചെടിയെ സഹായിക്കുന്ന ഭാഗം. എന്നാൽ ഇത് മാത്രമല്ല, മറ്റു പല വൈവിധ്യങ്ങളും റൂട്ടിനുണ്ട്. അത്തരത്തിലുള്ള 4 വൈവിധ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. അവയാണ് സ്റ്റിൽറ്റ് റൂട്ട്, പ്രോപ്പ് റൂട്ട്, ന്യൂമാറ്റോഫോർ, സ്റ്റോറേജ് റൂട്ട്. ഈ ചെടിയെ നോക്കൂ. ഇതാണ് സ്ക്രൂപ്പായി, മലയാളത്തിൽ കൈത എന്ന് പറയും. ഈ ചെടിയുടെ ഇലയാണ് നമ്മൾ പായയും മറ്റും ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ താഴേക്കൊന്ന് നോക്കൂ. വള്ളികൾ പോലെ താഴേക്ക് വളർന്നു നിൽക്കുന്നത് കാണുന്നില്ലേ? അതൊരു മോഡിഫൈഡ് റൂട്ടാണ്. ഈ റൂട്ട് മണ്ണിൽ ഈ ചെടിയെ ഉറപ്പിച്ചു നിർത്താനും ജലവും ലവണവും വലിച്ചെടുക്കാനും സഹായിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്. നിങ്ങൾ ഈ ചെടിയുടെ റൂട്ട് പോലെ വേറെ ഏതെങ്കിലും ചെടിയിൽ കണ്ടിട്ടുണ്ടോ? കരിമ്പിന്റെ ചെടിയിലും ഇതേ റൂട്ടാണുള്ളത്. ഈ ട്രീയെ നോക്കൂ. ഇത് നമുക്ക് എന്തായാലും പരിചയമുള്ള ഒരു ട്രീ തന്നെയാണ്. ഇത് നമ്മുടെ നാഷണൽ ട്രീ ആയ ബാനിയൻ ട്രീ ആണ്, അല്ലെങ്കിൽ ആൽമരം. ഈ ട്രീയുടെ ബ്രാഞ്ചസിലേക്കൊന്ന് നോക്കൂ. അവിടെ നിന്നും വള്ളികൾ പോലെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? അത് ഒരു മോഡിഫൈഡ് റൂട്ടാണ്. ആ റൂട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ട്രീയെ സംരക്ഷിക്കുന്നതിനായി ഈ മെയിൻ സ്റ്റമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആ റൂട്ട്. ആ റൂട്ടിന് പറയുന്ന പേരാണ് പ്രോപ്പ് റൂട്ട്. ഈ ചെടിയെ നോക്കൂ. നിങ്ങൾക്ക് അത്ര പരിചയമുള്ള ചെടിയായിരിക്കില്ല. ഇതിനെ പറയുന്ന പേരാണ് കണ്ടൽ ചെടികൾ അഥവാ മാൻഗ്രൂവ് പ്ലാന്റ്സ്. ഈ ചെടികൾ വളരുന്നത് ഉപ്പിന്റെ അംശമുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ്. വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗങ്ങൾ കാണുന്നില്ലേ? അത് ആ ചെടിയുടെ റൂട്ടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്നും വായു വലിച്ചെടുക്കാനാണ്. ഇതിനെ പറയുന്ന പേരാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച്, മലയാളത്തിൽ വാതക വിനിമയം എന്ന് പറയും. ഇത്തരം റൂട്ടുകളെ പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോർ. അടുത്ത മോഡിഫൈഡ് റൂട്ടാണ് സ്റ്റോറേജ് റൂട്ട്. ഈ റൂട്ടിലാണ് ചെടികൾ ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നത്. ഈ റൂട്ടിന് എക്സാമ്പിൾ ആണ് ക്യാരറ്റ്, ബീട്രൂട്ട്, ടപ്പിയോക്ക എന്നിവ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് സ്റ്റോറേജ് റൂട്ടാണോ? ഞാൻ പറയുന്നു അല്ല. കൺഫ്യൂഷൻ ആയല്ലേ? ഞാൻ പറഞ്ഞു തരാം. പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് സ്റ്റോറേജ് റൂട്ടല്ല. അത് ഒരു മോഡിഫൈഡ് സ്റ്റെം ആണ്. ഈ സ്റ്റെമ്മ് മണ്ണിനടിയിലാണ് വളരുന്നത്. ഇതിനെ പറയുന്ന പേരാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം അഥവാ ഭൂകാണ്ഡം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ അറിയാമോ? ഞാൻ പറയാം. ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ മുതലായവയാണ്. എങ്ങനെയാണ് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെയും സ്റ്റോറേജ് റൂട്ടിനെയും തിരിച്ചറിയാൻ പറ്റുക? നമ്മളുടെ പുസ്തകത്തിൽ അതുപോലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമ്മളൊരു പൊട്ടറ്റോ എടുത്ത് കുറേ നാൾ സൂക്ഷിച്ചു വെച്ചാൽ അതിൽ നിന്നും മുളകൾ വരുന്നത് കാണാം. അതുകൊണ്ട് അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. എന്നാൽ നമ്മൾ ഒരു മരച്ചീനി എടുത്ത് കുറേ നാൾ സൂക്ഷിച്ചു വെച്ചാൽ അതിൽ നിന്ന് മുളകൾ വരുന്നില്ല. അപ്പോൾ അത് സ്റ്റോറേജ് റൂട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ അവരെ തിരിച്ചറിയുക. ഇനി നിങ്ങൾക്ക് വേഗത്തിൽ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് വേൾഡ് എന്താണെന്നാണ്. നമ്മുടെ ചുറ്റും എന്തെല്ലാം തരം സസ്യങ്ങളാണുള്ളത്? വെള്ളത്തിൽ വളരുന്നവയുണ്ട്, കരയിൽ വളരുന്നവയുണ്ട്, വേറെ സസ്യങ്ങളുടെ മുകളിൽ വളരുന്നവയുണ്ട്, ജീർണിച്ച വസ്തുക്കളിൽ വളരുന്നവയുണ്ട്. ഇങ്ങനെ കുറേ തരത്തിലുണ്ട്. ഈ സസ്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ?
സസ്യങ്ങൾ മനുഷ്യനുൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് ഷെയ്ഡ് നൽകുന്നു, ഷെൽട്ടർ നൽകുന്നു, ഫുഡ് നൽകുന്നു, മഴ നൽകി ജലക്ഷാമം പരിഹരിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. പിന്നെ ഏറ്റവും പ്രധാനം നമ്മളുടെ അന്തരീക്ഷത്തെ ശുചിയാക്കി നമുക്ക് ജീവവായു തരുന്നു എന്നതാണ്. അതിനാൽ നമ്മൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനെയും വനസംരക്ഷണത്തിനെയും പ്രോത്സാഹിപ്പിക്കണം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ വരും തലമുറയ്ക്ക് കൂടിയാണ്. നമ്മൾ കുട്ടികൾ വേണം ഇതിന് മുന്നിട്ടിറങ്ങാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ? എൻ്റെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായി ഇതുപോലെയുള്ള വീഡിയോസുമായി ഞാൻ എത്തും. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.